എഴുതിയതാകുന്ന ലേഖനമാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിച്ചും കൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നും പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പ്രധാനമായിട്ട് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം, കൃപയാൽ യേശുക്രിസ്തുവിലുള്ളതാകുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മൾ അനുഭവിക്കുന്ന നന്മകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപക്ഷെ ഇല്ലാതെ ഇരുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പുതുമുഖങ്ങളായിട്ട് ചിലരുണ്ട്. എങ്കിലും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയങ്ങൾ ഇതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, അതുപോലെ തന്നെ വരുവാനുള്ളതാകുന്ന ആ വലിയ കോപത്തിൽ നിന്ന് വി ഷാൽ ബി സേവ്ഡ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ കൂടെ നമ്മൾ രക്ഷിക്കപ്പെടും. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചു വി ഓൾസോ റിജോയ്സ് ഇൻ ഗോഡ്, നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുന്നു. അത്രയും വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ 12 മുതൽ ഉള്ളതാകുന്ന തിരുവചന ഭാഗം അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഒരു വ്യക്തി മുഖാന്തരം ഇത്രയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കഴിയുമോ എന്ന ന്യായമായ ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് അടുത്ത വാക്യങ്ങളിൽ നൽകുന്നത്. ഏകൻ്റെ അനുസരണത്താൽ ലഭിച്ച നന്മകളും ഏകൻ്റെ അല്ലെങ്കിൽ ആദാമിനാൽ അവൻ്റെ അനുസരണക്കേടിനാൽ ഒരുവൻ സ്വയം അന്വേഷിച്ചപ്പോൾ, സ്വന്തമാകുന്ന കാര്യങ്ങൾ ഒരുവൻ അന്വേഷിച്ചപ്പോൾ മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കപ്പെട്ടു എന്നും, എന്നാൽ സ്വന്തമായതെല്ലാം ത്യജിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുമുള്ളതാകുന്ന വിഷയമാണ് നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നത്. ആ 2 പേഴ്സണാലിറ്റീസ്, 2 വ്യക്തികളുടെയും പ്രവർത്തനത്തിൽ അവർ വ്യത്യസ്തരാണ്. ഒരുവൻ സ്വയമായിട്ടുള്ള കാര്യങ്ങൾ തേടിയപ്പോൾ കർത്താവ് സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, ഹി വാസ് അബ്സല്യൂട്ട്ലി ഇൻ ഹിസ് ഫാദേഴ്സ് വിൽ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ 2 വ്യക്തികളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളും വ്യത്യസ്തമാണ്. ഈവൻ the immediate result of their actions are different and the ultimate result of their actions are different. അവരുടെ പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങൾ, അപ്പോൾ തന്നെയുള്ള ഫലങ്ങളും ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളും രണ്ടും വളരെ വ്യത്യസ്തമാണ്. ആ 2 പാരലൽസ്, സമാന്തരമാകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ 2 വിഷയങ്ങളും കോൺട്രാസ്റ്റ് ചെയ്തും കൊണ്ടാണ് പൗലോസ്ലീഹ ആ വേദഭാഗത്ത് വിവരിക്കുന്നത്. ആദ്യം മരണം നമ്മിൽ വാണുവെങ്കിൽ, അടുത്തതായിട്ട് പൗലോസ് പറയുന്നു ജീവൻ നമ്മിൽ വാഴുമെന്നല്ല, നാം ജീവനിൽ വാഴുമെന്ന് പറയുന്നു. നോക്കുക, അങ്ങനെയുള്ളതാകുന്ന ആ പാരലൽസും ആ കോൺട്രാസ്റ്റുകൾ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വരുന്ന ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഞാൻ ആ ഭാഗം അധികം വിശദമാക്കുവാൻ, അതിൻ്റെ ആ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ആ ഭാഗം പറഞ്ഞിട്ട് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പൗലോസ് കൃപയെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പാപം അതായത് അറ്റ് സം പോയിന്റ് ഓഫ് ഇസ്രായേൽസ് ഹിസ്റ്ററി ദ ലോ വാസ് ആഡഡ് സോ ദാറ്റ് സിൻ മൈറ്റ് ഇൻക്രീസ് എന്നുള്ള ഒരു പദപ്രയോഗം, ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ വായിക്കുന്നു. പാപം പെരുകേണ്ടതിന് അല്ലെങ്കിൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. എന്നാൽ പൗലോസ് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ ഏറ്റവും അധികം പെരുകി. സോ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ വിഷൻ ഓഫ് ദ ട്രയംഫ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കൃപയുടെ ആ വിജയത്തെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജോയ് ആൻഡ് ഗ്ലാഡ്നെസ്. It is all about
the benefits of the cross. It's all about the consequences of being justified by faith in the Lord Jesus Christ. യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് മുഖാന്തരമുണ്ടായ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു ഒബ്ജക്ഷൻ, അതിനെതിരായി ഉയർന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ചിന്താഗതി മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുത്തരം കൊടുത്തുകൊണ്ട് 6-ാമത്തെ അധ്യായം തുടരുകയാണ്. നമ്മൾ ഇന്ന് ആ ഭാഗമാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കേണ്ടത്. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കൃപയുടെ ആ ട്രയംഫിനെ കുറിച്ച്, അല്ലെങ്കിൽ കൃപയാൽ ലഭിച്ചതും ലഭിക്കാൻ പോകുന്നതുമാകുന്ന ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സമാധാനമുണ്ട്, പ്രവേശനമുണ്ട്, സന്തോഷമുണ്ട്, പ്രശംസയുണ്ട്. ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ വലിയ കാര്യം ദൈവം ചെയ്തതെങ്കിൽ ഇനിയും നമ്മൾ തുടങ്ങിയത് ക്രിസ്തുയേശുവിന്റെ നാളോളം തികയ്ക്കും. ഗ്ലോറിഫിക്കേഷൻ. In other words, as a result of grace, Paul delineated in the 5th chapter of Romans, as a result of grace, justification, and he also talked about glorification. നീതീകരണത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന ആ മഹത്വീകരണത്തെ കൂടെ കുറിച്ച് താൻ പറഞ്ഞു. ക്രിസ്തുയേശുവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് എത്രയധികമായി കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൃപ 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 എന്ന് പറഞ്ഞു. പാപം പെരുകിയിടത്ത് കൃപയും പെരുകിയെന്ന് പറഞ്ഞു. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണ ഇടയിൽ വന്നു ചേർന്നെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതൊരു ഒരു സ്റ്റാർട്ടിലിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കേൾവിക്കാർക്ക് തോന്നും. അപ്പോൾ ആ കാര്യത്തെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് കൃപയാൽ നീതീകരണവും മഹത്വീകരണവും മാത്രമല്ല ദൈവം ചെയ്യുന്നത്, പിന്നെയോ കൃപ ശുദ്ധീകരണവും ചെയ്യുന്നു എന്ന ചിന്തയാണ് 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ താൻ വിശദീകരിക്കുന്നത്. മനസ്സിലാക്കണേ. അതായത് കൃപ എന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയെന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ കൃപ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല തരുന്നത്, പിന്നെയോ കൃപ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 6 മുതൽ 8 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് ഇതേ വിശ്വാസത്താൽ കൃപയാലുള്ള വിശുദ്ധീകരണമാണ് വിഷയം. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രധാനപ്പെട്ട വിഷയം വിശുദ്ധീകരണം. അതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ കാര്യം ചിന്തിക്കുവാൻ പോകുന്നത്. സോ ഗ്രേസ് നോട്ട് ഓൺലി ജസ്റ്റിഫൈസ് എ സിന്നർ, ഗ്രേസ് ഓൾസോ സാങ്ക്ടിഫൈസ് ദ സിന്നർ. കൃപ നീതീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കൃപ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ആ കാര്യം ദൈവം അനുവദിച്ചാൽ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. കാരണം
This teaching is very, very important in today's church. ഇന്നത്തെ ദൈവസഭയിൽ ഈ ഉപദേശം വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാനത് വിശദീകരിക്കാം. അതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്കും ദൈവം അനുവദിച്ചാൽ നമ്മൾ കടന്നു വരും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വേദഭാഗത്തേക്ക് കടക്കാം. ഈ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. കൃപ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഈ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അതെങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്, ആ കാര്യമാണ് പറയുന്നത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ കൃപ നമ്മെ കർത്താവിനോട്, ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുന്നു. The grace of God, it unites us with Christ. കൃപ നമ്മളെ വിശുദ്ധീകരിക്കുകയും കൃപ നമ്മളെ നീതീകരിക്കുകയും ഇനിയും ഭാവിയിൽ നമ്മെ മഹത്വീകരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ദൈവകൃപ നമ്മെ കർത്താവിനോട് യുണൈറ്റ് ചെയ്യുന്നു, ഏകീഭവിപ്പിക്കുന്നു. So in other words, how a person lives triumphantly, how a saint of God can live victoriously. The secret of victorious Christian life is being united with Christ. വിജയകരമാകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം യേശു കർത്താവിനോടുകൂടെ ഏകീഭവിക്കുന്നതാണ്. ക്രിസ്തുവിനോട് യുണൈറ്റ് ചെയ്തല്ലാതെ ഒരിക്കലും ഒരു വിശുദ്ധന്, ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ വിജയകരമായി ജീവിപ്പാൻ കഴിയുകയില്ല. ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിക്കണമേ. കൃപ ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് ലീഹ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 12ഉം 13ഉം വാക്യങ്ങളൊന്ന് വായിക്കണമേ, എളുപ്പം പെട്ടെന്ന്. ആ ആ ആ ഒന്ന് 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 നിർത്തി വായിച്ചേ. അതിനായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ആ ആ ആ ആ ആ ആ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? കൃപ. നോക്കിക്കേ, അപ്പൊ ദൈവകൃപ ചെയ്യുന്നത് എന്താ? ദൈവകൃപയെ കുറിച്ച് പറയുമ്പം പൗലോസ് പറഞ്ഞ ആ വാക്ക് നമ്മൾ ചിന്തിക്കുക. പാപം വരികേണ്ടത് കൃപ വരികയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്യാമല്ലോ എന്നൊരു ചിന്താഗതി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കൃപ എന്ത് ചെയ്യുന്നു? കൃപ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടതിന് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ ഭാഗം ഒന്ന് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും. ഇതിനൊക്കെ വിശദീകരണം ആവശ്യമാണ്. കാരണം വിശദീകരണം തന്നില്ലെങ്കിൽ വലിയ ആപത്തിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും. പണ്ടൊക്കെ നമുക്ക് കുറെ ഇൻസുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഭക്തികേടിലേക്കും പ്രപഞ്ചമോഹങ്ങളിലേക്കും ഒക്കെ പോകുന്നതിനെതിരെ കുറച്ച് ഇൻസുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. കാരണം അത്ര ഫ്രീലി അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ആ ഫ്രീലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പിശാച് ഒരു കാര്യം ചെയ്തു. തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ നമുക്ക് ടാബു ആയിരുന്നു. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ലിവിങ് റൂമിലേക്ക് സിനിമ കൊണ്ട് തന്നു. നാടകശാലയിൽ പോയി
നാടകം കാണുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളിലും പങ്കുചേരുന്നത് നമുക്ക് ടാബു ആയിരുന്നു. അതുകൊണ്ട് പിശാച് ഒരു കാര്യം ചെയ്തു. സുവിശേഷത്തിന്റെ പ്രചരണം എന്ന് പറഞ്ഞ് പേരിട്ട് ഒരു ചാനൽ നമുക്ക് തന്നു. I am not apologetic about what I am speaking, കേട്ടോ. I am so bold about that. സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് ശ്ലീലമല്ലാത്ത ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടുന്ന ഗൈറേഷൻസ് എന്ന് പറഞ്ഞ മനസ്സിലായോ? അംഗവിക്ഷേപങ്ങളും ശരീരത്തിന്റെ ചലനങ്ങളും നാടകശാലയിൽ നടക്കുന്നതിന് തുല്യമായത് നമ്മുടെ ലിവിംഗ് റൂമിൽ കൊണ്ടു തന്നു. എന്റെ പ്രിയരെ, നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്നാ ചിന്ത. വഞ്ചിക്കപ്പെടരുത്. വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവകൃപ തന്നേക്കുന്നത് എന്തിനാ? മഹത്വീകരണത്തിനും നീതീകരണത്തിനും മാത്രമല്ല ദൈവകൃപയുള്ളത്, വിശുദ്ധീകരണത്തിനും തന്നേക്കുന്നതാ. ദൈവജനം പല കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാനതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ പല കാര്യങ്ങൾ വിശദീകരിക്കാം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പൊ കർത്താവിനോട് ഏകീഭവിക്കുന്നതിൽ കൂടെയാണ് അപ്പോൾ ദൈവകൃപ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഈ ലോകത്തിൽ? ഭക്തിയോടും സുബോധത്തോടും. മനസ്സിലായി? ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. സുബോധം. ഇന്ന് അനേകർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക. ഒരു ബോധവുമില്ല. സേക്രഡ് എന്താ, അല്ലെങ്കിൽ ശുദ്ധമായതെന്താ അശുദ്ധമായതെന്താണെന്ന് പോലും ആർക്കും ബോധമില്ല ഈ കാലത്ത്. അങ്ങ് കൂട്ടിക്കലർത്തിയേക്കുകയാണ്. നോ, സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടത്. നീതിയോടും ദൈവഭക്തിയോടും കൂടെ, അല്ലേ? നീതി, ദൈവഭക്തി. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ശിക്ഷിച്ച് വളർത്തുക. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് കർത്താവിനോടുള്ളതാകുന്ന യൂണിയനിൽ, കർത്താവിനോട് ഏകീഭവിക്കുന്നതിൽ കൂടെ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു. രണ്ടാമതായിട്ട് അതേ അധ്യായത്തിൽ 15 മുതൽ 23 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് കൃപ ഇറ്റ് initiates a new slavery to righteousness. നീതിക്ക് നമ്മളെ അടിമകളാക്കുകയാ. ആ അടിമത്തം വളരെ സന്തോഷകരമാകുന്ന അടിമത്വമാകട്ടോ. ആ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 15 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ അനീതിയുടെ ആയുധങ്ങളായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഒരു കാലത്ത് നിങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിപ്പീൻ. നോക്കിയേ, അപ്പൊ കൃപ, the grace of God initiates a new slavery to righteousness. നീതിക്ക് നമ്മളെ അടിമകളാക്കുക, ഒരു പുതിയ അടിമത്വത്തിലേക്ക് വരിക. പക്ഷെങ്കിൽ ഈ അടിമത്വം വളരെ സന്തോഷകരമാകുന്ന അടിമത്വമാണ്. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് മുൻപോട്ട് ചിന്തിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. 3-ാം അധ്യായം 21 മുതൽ 5-21 വരെയുള്ളതാകുന്ന വേദഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് കർത്താവ് എനിക്ക് പകരമായിട്ട് മരിച്ചെന്ന. കർത്താവ് എനിക്ക് പകരമായിട്ട് മരിച്ചു. ഹി ഡൈഡ് ഫോർ മീ. ഹിസ് വൈക്കേറിയസ് സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഫോർ മീ. എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചെന്ന ഈ 3-21 മുതൽ 5-21 വരെയുള്ള പ്രധാനപ്പെട്ട ചിന്ത. എന്നാൽ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്നല്ല, പിന്നെ ഞാനും കർത്താവിനോടുകൂടെ മരിച്ചു. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ശ്രദ്ധിക്കണം. ആദ്യത്തെ ഭാഗത്ത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ മരിച്ചു, കർത്താവിന്റെ ഒപ്പം മരിച്ചു. ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ നീതീകരണമാണ്.
ക്രിസ്തുവിന്റെ നീതി എൻ്റെ നീതിയായിട്ട് ദൈവം കണക്കിടുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ നീതി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന പ്രോസസ്സാണ് വിശുദ്ധീകരണം. മനസ്സിലാക്കണേ. അപ്പൊ ആ ഭാഗം മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നീതീകരണം എന്നുള്ളത് ദൈവമായിട്ടുള്ള എൻ്റെ, അല്ലെങ്കിൽ മൈ സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ് ചേഞ്ചസ്. ഐ വാസ് എ സിന്നർ, കണ്ടംഡ്, ഡിസർവിങ് നത്തിങ് ബട്ട് കണ്ടംനേഷൻ. അർഹമായിരുന്നത് ശിക്ഷാവിധിയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്നെ നീതീകരിച്ചു. എന്നാൽ ഇവിടേക്ക് ഞാൻ വരുമ്പോൾ ഞാനൊരു പുതിയ ബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ എന്ത്, ആ കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സ്തോത്രം. മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന് എന്തൊക്കെ സംഭവിച്ചോ അത് എനിക്കും കൂടെ സംഭവിക്കുക. കർത്താവ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഞാനും ക്രൂശിക്കപ്പെട്ടു. കർത്താവ് അടക്കപ്പെട്ടെങ്കിൽ ഞാനും അടക്കപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാനും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ജീവിക്കുന്നെങ്കിൽ ഞാനും ജീവിക്കുന്നു. ഈ സത്യമാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ക്രിസ്തുവിനോടുകൂടെ അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഉയർപ്പിച്ചെന്ന് മാത്രമല്ല, പിന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തു. നോക്കിയേ, മരിച്ചു കിടന്നിരുന്നു. യേശു മരിച്ചപ്പം ഞാനും മരിച്ചു. യേശുവിനോടൊപ്പം ഞാനും അടക്കപ്പെട്ടു. യേശുവിനോടൊപ്പം ഞാൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിനോടൊപ്പം ഞാനിപ്പോ സ്വർഗസ്ഥലങ്ങളിൽ ജീവിക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം. പ്രിയമുള്ളവരെ, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു. ഇതാ ക്രിസ്തീയ ജീവിതം. ഇതാ വിശുദ്ധീകരണം. ഈ കാര്യമാണ് നമ്മൾ വളരെ പ്രാധാന്യത്തിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലും അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കുന്നില്ല, പെട്ടെന്ന് മുൻപോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ അവിടെയും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നോക്കുക. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ഇരിക്കുന്നിടമാകെ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പിൻ. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? ഉയരത്തിലുള്ളത്. ഉയരത്തിലുള്ളതാ ദൈവജനം അന്വേഷിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ഭൂമിയിലുള്ളത് നമ്മൾ അന്വേഷിച്ചു പോകണ്ട. ദൈവം നമ്മെ പോറ്റാനും പുലർത്താനും ഒക്കെ വിശ്വസ്തന. നമ്മൾ അതിനെ അന്വേഷിച്ചു പോകണ്ട. എന്നാൽ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളത്. ഇതാ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ചിന്തിച്ച് നമ്മളങ്ങ് ആ പ്രധാനപ്പെട്ട ചിന്ത അവിടുത്തേത് പറഞ്ഞ്, ഒരു പക്ഷേ വിശദമായിട്ട് ഞാൻ, എന്നാൽ ഇന്ന് അല്പസമയം അവിടെ നിന്നെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ പറഞ്ഞ വാക്യങ്ങളുടെ ഒരു മറുപടിയാണ് അടുത്ത വാക്യങ്ങൾ. അതിന്റെ 1 മുതൽ 3 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളൊന്ന് വായിക്കാം. 6-ന്റെ 1 മുതൽ 3 വരെ. ആ ആ ആ ആ യെസ് യെസ്. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്ന സ്നാനത്തെ കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ആദ്യം ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, ആകയാൽ എന്ത്? നാം എന്ത് പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ. കാരണം
അത് മുകളിൽ പറഞ്ഞ വാക്യത്തോട് ബന്ധപ്പെടുത്തിയാണെന്ന് ഞാൻ പറഞ്ഞു. മുകളിൽ പറഞ്ഞു പാപം പെരുകിയെടുത്ത് കൃപയും ഏറ്റം പെരുകി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസേ, ദൈവം കൂടുതൽ കൃപ കാണിക്കേണ്ടതിന് പാപം ചെയ്താൽ മതിയല്ലോ എന്ന ഒരു ചിന്ത. So in other words, you are talking about the fulfillment of law and the abolition of the law, and there is no law now, only grace. If that is the case, and if grace increases when one sins, why don't go ahead and sin so that God can give us more grace? ഇതാ ചിന്ത. കൃപ പെരുകിയല്ലോ, അതുകൊണ്ട് പാപം ചെയ്താൽ കൃപ പെരുകും, അതുകൊണ്ട് പാപം ചെയ്യാം. പൗലോസ് പറഞ്ഞു, നോ, നിങ്ങൾ ആരാണെന്നും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പൊസിഷൻ, പദവി എന്തെന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ചിന്ത വരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്കാണ് നടത്തേണ്ടത്. ദൈവം ദയ കാണിച്ചു എന്ന കാര്യത്താൽ പിന്നെയും പാപം ചെയ്തേച്ച് ദൈവത്തിന്റെ ദയക്കായിട്ട് നോക്കിയിരിക്കാമെന്ന ചിന്തയുള്ളവന് വാസ്തവമായിട്ട് ദൈവമായിട്ട് ബന്ധമില്ല. നേരെ മറിച്ച്, അയ്യോ ഞാൻ പാപം ചെയ്തിട്ടും ദൈവം എന്നോട് കൃപ കാണിച്ചല്ലോ, ദയ കാണിച്ചല്ലോ എന്നോർക്കുമ്പം ഇനിയും ഇത്ര സ്നേഹവാനാകുന്ന, ഇത്ര കരുതുന്ന, ഇത്ര മനസ്സലിവുള്ള എൻ്റെ അപ്പച്ചന്റെ തിരുഹൃദയത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ലെന്നാണ് ഒരു വിശുദ്ധന്റെ മനസ്സിൽ വരേണ്ടത്. മനസ്സിലായോ? അതാണ് പൗലോസയോട് പറയുന്നത്. ആകയാൽ എന്ത്? കൃപ വരികേണ്ടതിന് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ഗോഡ് ഫോർബിഡ്. അടുത്ത വാക്യം, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? അവിടെ അതിനല്പം വിശദീകരണം ആവശ്യം. കാരണം അതിനെക്കുറിച്ച് ഒരു പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് അല്പം ഒരു വിശദീകരണം ആവശ്യം. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ള ആ പോപ്പുലർ വ്യൂ എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് എക്സ്റ്റേണൽ സ്റ്റിമുലായി കൊടുത്താലും ആ വ്യക്തി ഒന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ എത്ര പ്രലോഭനം വന്നാലും അതിനോട് ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു എന്ന ഒരു ചിന്താഗതി ഉണ്ട്. അത് ബിബ്ലിക്കൽ അല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, വിശദീകരിക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ തെറ്റായത് ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ദൂരെ നടന്നു പോകുമ്പോഴേ വഴിയിൽ ഒരു പട്ടി കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂച്ച കിടക്കുന്നു. അത് ജീവനുള്ളതാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ചെന്ന് അതിനെ ഒന്ന് തൊട്ട് നോക്കണം. തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് ജീവനുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അതുപോലെ പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പാപത്തിന്റെ എത്ര പ്രലോഭനം വന്നാലും അതിനോട് ഒരു റെസ്പോൺസും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. നമ്മൾ മരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ എന്താണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം അർത്ഥമാക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ചിന്ത എങ്ങനെയോ വന്ന ഒരു മിസ്കൺസെപ്ഷനാ. അത് ശരിയല്ലെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. ഒന്നാമതായിട്ട് നാം ആ കാര്യം മനസ്സിലാക്കിയാൽ, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഈ 1 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത്, അല്ലെങ്കിൽ 14 വരെയുള്ള വേദഭാഗത്ത്
യേശു കർത്താവിനെ കുറിച്ചും ഇതേ കാര്യം പറയുന്നുണ്ട്, നമ്മളെ കുറിച്ചും ഇതേ കാര്യം പറയുന്നുണ്ട്. ഏത് കാര്യം? പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന കാര്യം നമ്മെക്കുറിച്ചും പറയുന്നു, യേശു കർത്താവിനെ കുറിച്ചും പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ച്, എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യം. എനിക്കറിയാം ഞാൻ അല്പം വിശദീകരണത്തിലേക്ക് പോകുകയാണ്, അപ്പൊ ശ്രദ്ധ വേണം. നമ്മളിപ്പോ 2-ാം വാക്യത്തിൽ വായിച്ചു പാപസംബന്ധമായി മരിച്ചവരായെന്ന. ഇനി അതിന്റെ 11-ാം വാക്യം ശ്രദ്ധിച്ചേ. നോക്കി, അപ്പം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. 2 പ്രാവശ്യം നമ്മളെ കുറിച്ച് എഴുതിയേക്കുന്നു. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പാപസംബന്ധമായി മരിച്ചു. എന്നാ 10-ാം വാക്യം വായിച്ചേ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അപ്പൊ ഒരേ പാസേജിൽ ഒരേ പദപ്രയോഗം ആവർത്തിച്ചെഴുതിയേക്കുമ്പം അത് ഒരേ അർത്ഥം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളും പാപസംബന്ധമായിട്ട് മരിച്ചു, ക്രിസ്തുവും പാപസംബന്ധമായിട്ട് മരിച്ചു. അപ്പൊ ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ഒരു പോയിന്റ് ഓഫ് ടൈം വരെ കർത്താവ് പാപത്തിന് റെസ്പോൺസീവ് ആയിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന അർത്ഥത്തിലല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനെ കുറിച്ച് പാപസംബന്ധമായി മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളെ കുറിച്ചും എഴുതിയിരിക്കുമ്പോൾ അത് ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു എന്ന അർത്ഥമല്ല. അങ്ങനെയെങ്കിൽ കർത്താവ് മരിച്ചു, പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് എഴുതിയിരിക്കുന്നതും അതേ അർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിന് ചേരുന്നതല്ല. കാരണം നമ്മുടെ കർത്താവ് പാപം ഇല്ലാത്തവനാ, അവന് പാപം ചെയ്യുവാൻ കഴിയത്തുമില്ല. ആ കാര്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നു. 2-മതായിട്ട് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇത് പാപസംബന്ധമായിട്ട് മരിച്ചു എന്നുള്ളത് നമുക്ക് പാപത്തോടിനിയും ഒരു പ്രതികരണവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയല്ല എന്നുള്ളത് ഈ അധ്യായം തന്നെ വെളിവാക്കുന്നത്. കാരണം എന്നാ? 12-ാം വാക്യം വായിച്ചേ. അപ്പൊ പാപസംബന്ധമായി നമ്മൾ മരിച്ച് ഇനിയും പാപത്തിനോട് റെസ്പോണ്ട് അല്ലെങ്കിൽ പാപം പ്രലോഭനം വരുമ്പോ അതിന് വീഴാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ പിന്നെ ഈ വാക്യം എഴുതേണ്ട കാര്യമുണ്ടോ? പാപം അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നിങ്ങളുടെ മർത്യശരീരത്തിൽ ശരീരത്തിൽ ഇനി വാഴരുതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ മരിച്ചപ്പോ അതങ്ങ് പോയില്ലേ. അതിന്റെ അടുത്ത വാക്യം അതന്നെ നമ്മൾ വായിക്കുന്നു. 14-ാം വാക്യം വായിച്ചേ. 13-ാം വാക്യം വായിച്ചേ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാൻ കഴിയും. ഇനിയും 13-ാം അധ്യായം 12-ഉം 14-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. 13, chapter 13, verse 12 and 14. Yes. നാം മര്യാദയായി നടക്കുക. പിന്നെ വെരി ഗുഡ്. ഓക്കെ. അല്ല, യെസ്, ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി. അപ്പൊ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കാനും ഈ പാപങ്ങളൊക്കെ നമ്മൾ വരാനുമുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നാം പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും ഇനി നമുക്ക് പാപം ചെയ്യാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിലല്ല. ഇനി ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ മുന്നോട്ട് ചിന്തിക്കാൻ പോകുക. നമ്മൾ ദൈവവചനം
വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാപവും മരണവും ഒന്നിച്ച് ചേർത്തെഴുതിയിരിക്കുന്ന വാക്യങ്ങളെല്ലാം തന്നെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പാപം അല്ലെങ്കിൽ disobeying an express commandment of God, that is what called sin, stepping out of the boundary, അതാ പാപം. ആദ്യത്തെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തില് തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ പാപം ചെയ്തപ്പം അതിനെന്തോ കിട്ടി? ശിക്ഷ കിട്ടി. പാപം മരണം ഇതൊന്നിച്ചെഴുതിയിരിക്കുന്നിടത്തെല്ലാം പാപത്തിന്റെ ശമ്പളമായ ശിക്ഷയായ, എൻ്റെ ഒപ്പം എല്ലാവരും വരണേ, ശ്രദ്ധിക്കണേ, മരണത്തെ കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലും അതിനെയാണ് നമ്മൾ വായിക്കുന്നത്. അവസാനത്തെ അധ്യായങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ആർക്കാ കൊടുക്കുന്നത്? രക്ഷിക്കപ്പെടാത്തവർക്കാ, സുവിശേഷം അനുസരിക്കാത്തവരെ, അപ്പൊ പാപം ചെയ്യുന്നവർക്കാ. അപ്പോൾ അഗെയിൻ പാപവും മരണവും ഒന്നിച്ച് വന്നിരിക്കുന്നിടത്തെല്ലാം പാപത്തിന്റെ ശിക്ഷയാണ് മരണം. അതുകൊണ്ടല്ലേ 6-ാം അധ്യായം തന്നെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? റോമാലേഖനം 6:23 നമ്മൾ വായിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ആവക പ്രവർത്തിക്കുന്നവർ മരണ യോഗ്യർ. 5:12 എന്താ നമ്മൾ വായിക്കുന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പാപവും മരണവും ഒന്നിച്ചു വന്നിരിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം പാപത്തിന്റെ ശിക്ഷയാണ് മരണം. അങ്ങനെയെങ്കിൽ ഈ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ, നമ്മൾ ആ ഭാഗം വിശദീകരിക്കുക. നോക്കുക, അവൻ പാപസംബന്ധമായിട്ട് ഒരിക്കലായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാപത്തിന്റെ ശമ്പളമാകുന്ന ശിക്ഷയാകുന്ന മരണം ആരേറ്റെടുത്തു? യേശു കർത്താവ് ഏറ്റെടുത്തു. ഇത് ഒരിക്കലായിട്ട് പാപത്തോട് ബന്ധപ്പെടുത്തി അങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. വിശേഷിച്ച് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരാമെങ്കിൽ ഒരിക്കലായിട്ട്, വൺസ് ഫോർ ഓൾ എന്നുള്ള പദപ്രയോഗം ആവർത്തിച്ച് കാണുന്നുണ്ട്. എബ്രായർ 7:27, 9:12, 26, 28, 10:10, അതുപോലെ 1 പത്രോസ് 3:18. എബ്രായർ 7:27, 9:12, 26, 28, 10-ാം അധ്യായം 10-ാം വാക്യം, 1 പത്രോസ് 3:18. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യം, കർത്താവ് പാപസംബന്ധമായിട്ട് മരിച്ചപ്പം കർത്താവ് എന്തിന്റെ ശിക്ഷയായിട്ടാ മരിച്ചത്? പാപത്തിന്റെ ശിക്ഷ. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം കർത്താവിനോട് ഏകീഭവിച്ചിരിക്കുന്നു എങ്കിൽ, കർത്താവ് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചെങ്കിൽ നാമും പാപസംബന്ധമായിട്ട് ഒരിക്കലായി മരിച്ചു. ഞാൻ വിശദമാക്കാം. എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയെ ദൈവത്തിന് നീതീകരിക്കണമെങ്കിൽ അവന് മരിച്ചേ തീരൂ. കാരണം ദൈവത്തിന്റെ പ്രമാണത്തിന് നീക്കം വരാൻ പാടില്ല. കാരണം പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. അപ്പൊ ദൈവിക പ്രമാണത്തിന് നീക്കം വരാതെ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മൾ
വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമം, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് മാത്രമല്ല, ഞാനും കർത്താവിൻ്റെ ഒപ്പം മരിച്ചു. ഒരു വാക്യം വായിച്ചാൽ ആ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിക്കാം. ആ ആ ആ ആ എല്ലാവരും ആ ഭാഗം ഒന്ന് എടുക്കണേ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നാം കർത്താവിൽ വിശ്വസിക്കുമ്പം that is the end of our life. പഴയ ക്രൂശും പുതിയ ക്രൂശും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നാണെന്നറിയോ? പണ്ട് കാലത്തെ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങോട്ട് പോകുകയാ? അവൻ്റെ വീട്ടുകാരോടും നാട്ടുകാരോടും സ്വന്തക്കാരോടും എല്ലാം ടാറ്റ പറഞ്ഞേച്ച് എന്നേക്കുമായിട്ട് പോകുക. കാരണം ക്രൂശ് ഈസ് ദ എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. എല്ലാവരും എൻ്റെ കൂടെ വരണേ. ക്രൂശ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. ക്രൂശ് തീരുകയാ, മരിച്ചു, ഇല്ലാതായി. ഇല്ലാതായി എന്ന് പറയുന്നില്ല, അത് തെറ്റാ. മരിച്ചു, തീർന്നു. ആ ഓൾഡ് നേച്ചർ, ആദാമിൽ ഉണ്ടായിരുന്ന, ആദാമിൽ എനിക്ക് കിട്ടിയത്, അതെവിടെ തീർന്നു? ക്രൂശ് തീർന്നു. എന്നാ ഇന്നത്തെ ക്രൂശിന്റെ പ്രശ്നം എന്നാന്നറിയോ? ഇന്ന് ചില കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തിയേച്ച് ഇങ്ങോട്ട് വന്നേക്കുക. കോസ്മെറ്റിക് ചേഞ്ചസ്. പണ്ട് തിയേറ്ററിൽ പോയി ശ്ലീലമല്ലാത്ത ചിത്രങ്ങൾ കാണുമെങ്കിൽ ഇന്ന് വീട്ടിൽ ഇരുന്ന് ഞാൻ ക്രിസ്ത്യൻ മൂവീസാ കാണുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ക്രോസ് ഈസ് ദ എൻഡ് ഓഫ്, ഞാൻ അതിന്റെ ക്രിസ്ത്യൻ മൂവീസിന്റെ റോങ്ങോ റൈറ്റോ എന്ത് അതല്ല എൻ്റെ ഉദ്ദേശം. ഞാനൊരു കാര്യം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. പണ്ട് നാടകശാലയിൽ പോയി നാടകം കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇന്ന് അവരുടെ ബേസ് നേച്ചറിനെ ഉദ്ദീപിപ്പിക്കുന്ന സോപ്പ് സീരിയൽസാ കാണുന്നേ. എൻ്റെ പ്രിയരെ, ഞാനിതിന് നിങ്ങൾ തന്നെ അങ്ങ് വിധിച്ചോ. ഞാൻ അതിനകത്ത് നിങ്ങളുടെ യു ആർ ദ ജൂറി. ശ്രദ്ധിക്കണേ, ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയരെ, ഈ സോപ്പ് സീരിയൽസ് കണ്ടേച്ച് എന്നോ ഗുണമാണ് നമുക്കുണ്ടാകുന്നത്? ഒരിക്കല് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഇത് കണ്ടേച്ച് ഒരിക്കൽ ഒരാളൊരു വീട്ടിൽ ചെന്നപ്പം ഒരാളിനോട് പറഞ്ഞ ഒരു ഉപദേശിയ ഒരു വീട്ടിൽ ചെന്നു. വൈകുന്നേരത്തൊരു സമയത്താ ചെന്ന് വെച്ച് ആദ്യം ആ ഗൃഹനാഥനോട് പറഞ്ഞു, ചായ അതൊന്ന് ഓൺ ചെയ്ത്, ഇപ്പൊ സ്ത്രീ വരും. സ്ത്രീ എന്റെ പ്രിയരെ, എങ്ങോട്ടാ നമ്മൾ ഈ പോകുന്നേ? ചിന്തിക്കും നിങ്ങൾ. പണ്ട് കാലത്തെ ക്രൂശ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് സെൽഫ്. ക്രൂശ് എടുത്തോണ്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കരുത്, ഇന്നത്തെ കുരിശുമാല ഇട്ടിട്ട് പോകുന്ന പരിപാടിയല്ല. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാകുന്നത് വേണേ ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് ക്രൂശ് എടുത്തോണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കൊലമരം എടുത്തോണ്ട് എന്നെ അനുഗമിക്കുക, നിന്റെ തൂക്കുകയർ എടുത്തോണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിന് സമമാണ് ആ കാലത്ത് ക്രൂശ് എടുത്തോണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ പഴയ ക്രൂശ് ഇന്നത്തെ ക്രൂശ്, ഇന്ന് ആ ക്രൂശിങ്കൽ വന്ന്
പഴയ മനുഷ്യൻ ചാകുന്നില്ല. ചാകാതെ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തി ഒത്തിരി പേരെ ചർച്ചിന്റെ റോൾസിൽ കൊള്ളിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കി. അതല്ല സ്നാനം, അതല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ തീർന്നു, ക്രൂശിൽ തീർന്നു, അവിടെ കഴിഞ്ഞു, ഞാൻ ഇല്ലാതായി. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാ. ഞാൻ അങ്ങ് ചേർന്ന് അങ്ങോട്ട് യുണൈറ്റഡ് വിത്ത് ഹിം, അങ്ങ് ചേർന്നു. ഇനി കർത്താവായി എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പഴയ പാട്ടുകളോടുള്ള താല്പര്യം. പഴയ പാട്ടുകൾ പാടാൻ വേണ്ടി ഞാൻ പാടുകയല്ല. പുതിയ പാട്ടുകൾ ദൈവവചനത്തിന് നിരക്കുന്നത് പാടാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം, ദൈവവചനത്തിൻ്റെ ഉപദേശം അതുപോലെ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പഴയ പാട്ടിൻ്റെ ഒരു ഗുണമാണ്. ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ വായിച്ചല്ലോ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും എന്നാ പറയാത്തെ, എല്ലാവർക്കും എന്ന് പറയുന്നേ വേദപുസ്തകത്തിലെ വാക്യമാ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇനി അതുകൊണ്ട് ജീവിക്കുന്നവരെന്നാ ചെയ്യേണ്ടത്? തങ്ങൾക്കായിട്ടല്ല, ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? കാരണം ഈ ക്രൂശ് തീർത്തു, എന്നെ അവിടെ തീർത്തു. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ അവിടെ തീർന്നു. ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്. അതാ വിശുദ്ധ ജീവിതം. മനസ്സിലായോ? അതാ വിശുദ്ധ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഭക്തൻ പാടിയത്, തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. തന്നിൽ ഞാൻ സർവവും ലയിച്ചു. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവുമെവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂ. നോക്കിയേ, അപ്പൊ പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇതാ അർത്ഥം. ഞാൻ കർത്താവിന്റെ ഒപ്പം മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാനും മരിച്ചു. അപ്പൊ കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി എങ്ങനെ അതില് ജീവിക്കുന്നത്? It doesn't അത് തമ്മിൽ it doesn't agree with each other. അത് തമ്മിൽ യോജിക്കുന്നില്ല. അത് ഭയങ്കര വ്യത്യാസമാണ്. പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചു, ഇനി എങ്ങനെ അതില് ജീവിക്കുന്നത്? അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ പ്രിയരെ? ഞാൻ പറഞ്ഞല്ലോ, കോസ്മെറ്റിക് ചേഞ്ചസ് അല്ല. ഞാൻ മരിച്ചു, തീർന്നു. ക്രൂശ് എന്നെ പ്രവർത്തി ചെയ്ത് തീർത്തു. ഇന്ന് ഈ ക്രൂശ് പ്രവർത്തി ചെയ്ത് തീർക്കാത്ത ഒത്തിരി പേര് സഭയിലുള്ളതാണ് നമ്മുടെ വലിയ പ്രശ്നം കേട്ടോ. അതാ നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെതൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്നാ പറയുന്നേ? കുഞ്ഞുങ്ങളെ എന്റർടൈൻമെന്റിന് വേണ്ടി അങ്ങോട്ടെങ്ങും പോകണ്ട, ഇവിടെ ഉണ്ടെങ്കിൽ വാ, ഇവിടെ ഡിസ്കോ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ അങ്ങ് എന്റർടൈൻ ചെയ്തോ. നമ്മൾ അതിന് ചില ആത്മീക പേരുകൾ ഇടും. പ്രൈസ് ആൻഡ് വർഷിപ്പ്. എനിക്കറിയാം,
എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപദേശം പറയുന്ന ഒരാൾ ഇപ്പൊ ദോഹ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. Don't go for entertainment in a discotheque. Come to the church. Entertain yourself. Entertain. Enjoy. No. ക്രൂശ് അതിന്റെ പ്രവൃത്തി ചെയ്തു തീർക്കാത്ത പ്രായമുള്ളവരായാലും കുഞ്ഞുങ്ങളായാലും ഒരു സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. കാരണം സ്വർഗത്തിലേക്ക് പോകാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന രഥമാണ് ക്രൂശ്. ദൈവം ഒരുക്കിയിരിക്കുന്ന രഥമാ ക്രൂശ്. തൻ്റെ പുത്രനിൽ നാം അതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മരണം നമ്മുടെ മരണമായി, അല്ലെങ്കിൽ എൻ്റെ മരണം കർത്താവിൻ്റെ മരണമായി, നമ്മുടെ മരണം കർത്താവിൻ്റെ മരണമായി. കാരണം ഇൻസെപ്പറബിൾ, അങ്ങ് ചേർന്നു, കർത്താവുമായിട്ട് ചേർന്നു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എ ന്യൂ ബിഗിനിങ്. കർത്താവ് മരിച്ചോ, ഞാനും മരിച്ചു. കർത്താവ് അടക്കപ്പെട്ടോ, ഞാനും അടക്കപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റോ, ഞാനും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെ ഉയർപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ ഇരുത്തി. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ. അതാ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഗതസമനയിലോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരുവീൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര തുടങ്ങിക്കാണും. അങ്ങനെ തുടങ്ങി. അവിടെ ഒത്തിരി മുന്തിരിത്തോപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഒരുപക്ഷെ മുന്തിരിത്തോപ്പിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് കർത്താവ്, ഒരു പക്ഷേ എൻ്റെ ഇമാജിനേഷനാണ്, കർത്താവ് പറഞ്ഞു കാണും, ഞാൻ നല്ല മുന്തിരിവള്ളിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു വന്നേച്ച് കായ്ക്കാത്ത കൊമ്പുകളൊക്കെ നീക്കിക്കളയും, അതിനെ ചുട്ടുകളയും കേട്ടോ. എന്നാൽ കായ്ക്കുന്ന കൊമ്പുകളെ എന്ത് ചെയ്യും? ചെത്തി വെടിപ്പാക്കും. എന്നിട്ട് അവസാനമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പ്രിയമുള്ളവരെ, കർത്താവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ദൈവപ്രസാദകരമായി ചെയ്തു കൂട്ടുന്ന ഒരു കാര്യവും ദൈവാത്മാവിൽ നിന്നുള്ളതല്ല. ദൈവാത്മാവ് എപ്പോഴും ദൈവപ്രസാദത്തിന്, ദൈവഹിതത്തിനായിട്ട്, നമ്മൾ വായിച്ചല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് നമ്മളെ ഈ ലോകത്തിലെ പ്രപഞ്ച മോഹങ്ങളും ഭക്തികേടും വർജിച്ചിട്ട് സുബോധത്തോടെ, നല്ല ബോധത്തോടെ നമ്മൾ ആരാന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അത് നമ്മളെ എന്ത് ചെയ്യുക? ശിക്ഷിച്ചു വളർത്തുക. സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഞാൻ ആ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യം അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. നോക്കുക, സാങ്ക്ടിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ കൃപയാലാണെങ്കിൽ, നീതീകരണം കൃപയാലാണെങ്കിൽ, മഹത്വീകരണവും കൃപയാല. എന്നാൽ നീതീകരണത്തിനും മഹത്വീകരണത്തിനും ഇടയിലുള്ള ശുദ്ധീകരണവും സാങ്ക്ടിഫിക്കേഷനും കൃപയാല. കൃപ കൃപ കൃപ. സ്തോത്രം. നമ്മൾ കർത്താവിനോട് ചേർന്നേക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കണം, 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 14-ാം വാക്യം അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം പെട്ടെന്ന്. നിങ്ങൾ അവിശ്വാസികളോടുകൂടെ, കാരണം കൂടാനൊക്കെയല്ല, നമ്മൾ ആരോട് ചേർന്നേക്കുക? കർത്താവിനോട് ചേർന്നേക്കുക. വായിച്ചേ. അയ്യോ, എന്നോ ചേർച്ചയായിരിക്കുന്നേ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്നോ ചേർച്ചയായിരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. വെളിച്ചത്തിന് എന്ന ഇരുളിനോട് കൂട്ടായ്മ.
സിനിമാക്കാര് വന്ന് സിനിമാക്കാർക്കും സിനിമയിൽ മനുഷ്യന്റെ ബേസ് ആയിട്ടുള്ള നേച്ചറിനെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമാക്കാരൻ വന്ന് സാക്ഷ്യം പറയുക, പ്രൈസ് ദ ലോർഡ്, ആ ചിത്രത്തിലെ ആ ഭാഗം, ആ റോള് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിച്ചു. ഇത് തമ്മിൽ ഒക്കുമോ എന്റെ പ്രിയരെ? ഒക്കുമോ? ഏത് കാര്യമാ? നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിലുണ്ടോ? വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതും മുമ്പേ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുപാടുന്ന ഒരുത്തൻ വന്ന് ഇവിടെ പറയുക, ഞാൻ പാട്ടുപാടി ഒന്നാമതെത്തി, അയ്യോ ഞാൻ പെന്തക്കോസ്തുകാരനാ, ദൈവം എന്നെ സഹായിച്ചു, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ചു. ഇത് തമ്മിൽ ഒക്കുമോ എന്റെ പ്രിയരെ? ഒക്കുമോ? നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കൂ, ഇത് തമ്മിൽ ഒക്കുമോ? അപ്പൊ എന്താ നമ്മൾ വായിച്ചത്? ക്രിസ്തുവിനോടും, ഞാൻ പച്ചയായിട്ടങ്ങ് പറയാം, സിനിമയില് വേശ്യാവൃത്തിയും അതുപോലെയുള്ള അധാർമികതകളും അത് അഭിനയിക്കാൻ എന്നെ സഹായിച്ചെന്ന്. ഞാൻ ചുമ്മാ ഒന്നും പറയുകയല്ലേ, ഇതൊക്കെ വന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒത്തിരി പേരെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. ഇത് തമ്മിൽ ഒക്കുമോ എന്റെ പ്രിയരെ? ഒക്കുമോ? നിങ്ങൾ പറ. നമ്മൾ എന്തോ വായിച്ചത് പോരാ, അത് വായിച്ച് അവസാനിപ്പിക്കാം. വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്നാ പൊരുത്തം ഇരിക്കുന്നത്? ഇത് തമ്മിൽ വല്ല പൊരുത്തമുണ്ടോ? പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വായിര് ആ ഭാഗം. ദൈവം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ തന്ന ഒരു പ്രകാശനമാണത്. ദൈവം അനുവദിച്ചാൽ ഞങ്ങളുടെ സഭയിലുള്ളവരോട് ഈ ഫ്രൈഡേയിൽ ഈ വിഷയമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അയ്യോ, ദൈവം ഒരു ഉണർവ് അയച്ചെങ്കിൽ, ഒരു ബിബ്ലിക്കൽ ഒരു ബൈബിൾ റിവൈവൽ ദൈവം നമ്മുടെ ഇടയിൽ ഒന്ന് അയച്ചെങ്കിൽ, നമ്മുടെ കണ്ണുകളെ അല്പസമയം ദൈവസന്നിധാനത്തിൽ ഒന്ന് അടയ്ക്കാം. എൻ്റെ പ്രിയരെ, ക്രൂശ് എന്നാ ചെയ്യുന്നത്? അവിടെ തീർന്നില്ലേ? പഴയ ആദാമിലുണ്ടായിരുന്നത് പഴയതെല്ലാം അവിടെ തീർന്നില്ലേ? പിന്നെ ഒരു പുതിയ തുടക്കമല്ലേ നമുക്ക് വേണ്ടത്? ക്രിസ്തുവിനോട് യുണൈറ്റഡ് ആയിട്ട് ഈ ലോകത്തെ സുബോധത്തോടെ ജീവിക്കാനായിട്ടല്ലേ ദൈവകൃപ നമുക്ക് തന്നത്. അല്ലാതെ അതിനോട് ഇണയിലപ്പിണ കൂടാനാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എൻ്റെ പ്രിയരെ, ദൈവം നമ്മെ ഒന്ന് സന്ദർശിച്ചെങ്കിൽ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ദൈവം നമുക്ക് തന്നെങ്കിൽ, ഒരു ബിബ്ലിക്കൽ റിവൈവൽ നമ്മുടെ ഇടയിൽ ഒന്ന് ദൈവം അയച്ചെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ ഇടയിൽ ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സഹോദരന്മാർ, ഒരാൾക്ക് പ്രാർത്ഥിക്കാം.